നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഷോർട്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണോ? മാത്രവുമല്ല 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും നിങ്ങൾ ഇനിയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലേ? ഈ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും അറിയാം, ഒരു വർഷത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഷോർട്സ് വഴി 3 മാസത്തിൽ 10 മില്യൺ വ്യൂസ് വെച്ചിട്ട് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലേ? അപ്പോൾ യൂട്യൂബിൻ്റെ റൂൾ അനുസരിച്ചിട്ട് ഇനി മുതൽ ഈ 1000 സബും 4000 വാച്ചവേഴ്സ് മോണിറ്റൈസേഷൻ പൂർത്തീകരിക്കാനായിട്ട് അത് ആവശ്യമില്ല എന്നൊരു വാർത്ത കേട്ടാൽ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സന്തോഷിക്കും അല്ലേ? അടുത്തിടെ യൂട്യൂബിൽ നിന്നും ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടുള്ളൊരു ഇമെയിൽ വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. പലർക്കും മെയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ മെയിലിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ചിട്ട് ഉള്ളൊരു ഇമെയിൽ യൂട്യൂബിൽ നിന്നും എനിക്കും ലഭിച്ചിട്ടുണ്ട്. ആ വിഷയം എന്താണെന്ന് ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടിയിട്ടുള്ള മെയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് വീഡിയോ വാസ് ഷെയർഡ് വിത്ത് യു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താഴെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ എംബ്ലമൊക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇമെയിലിൽ നോക്കി ശ്രദ്ധിച്ചാൽ അറിയാം, മെയിലിൽ വന്നിട്ട് യൂട്യൂബിൻ്റെ ലോഗോ കാണാൻ സാധിക്കും. അതുപോലെ ഒരു ഡിസ്ക്ലൈമർ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു പ്രൈവറ്റ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാനാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതിൽ പറയുന്നത് അപ്ഡേറ്റ് ഫോർ മോണിറ്റൈസേഷൻ പോളിസി, ചെക്ക് ദി വീഡിയോ ഫോർ മോർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നവരെല്ലാവരും എന്താ ചെയ്യുന്നത്? വേറെ ഒന്നും ചിന്തിക്കാതെ നേരെ പോയിട്ട്, കാരണം നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ മെയിലിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്, പിന്നെ സംശയിക്കാൻ എന്തിരിക്കുന്നു? നേരെ ചെന്നിട്ട് അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് പലരും ശ്രമിക്കും. അപ്പോൾ അറിയാവുന്നവർക്ക് ഇത് കണ്ടാൽ തന്നെ ഉടനെ മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം, യൂട്യൂബ് ഇങ്ങനെ ആരുമായിട്ടും ഒരു പ്രൈവറ്റ് മെയിലൊന്നും ഷെയർ ചെയ്യത്തേയില്ല. മാത്രവുമല്ല, നിങ്ങൾ പോയിട്ട് കഷ്ടകാലത്തിന് ആ ലിങ്കിൽ എങ്ങനെയെങ്കിലും പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ, തീർന്നു. നിങ്ങളുടെ ചാനൽ അവിടെ ഹാക്കാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നിങ്ങളെപ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഇതുപോലത്തെ ലിങ്കൊക്കെ കൊടുത്തിട്ടുള്ള മെയിലൊക്കെ വന്നാൽ ആ ലിങ്കിലൊക്കെ പോയിട്ട് ആവശ്യമില്ലാതെ ക്ലിക്ക് ചെയ്താൽ അതിൽ നിന്നും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മിക്ക യൂട്യൂബേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരൊന്നും ക്രിയേറ്റേഴ്സ് ചിന്തിക്കുക പോലും ഇല്ല, നേരെ ചെന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് പതിവ്. കാരണം എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെയും ജീവിതത്തിൽ ഉള്ള ഏറ്റവും വലിയ ഒരു അഭിലാഷമാണ് ഈ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇത് കണ്ടാൽ പിന്നെ പറയുകയും വേണ്ട. 4000 വാച്ചവേഴ്സും 1000 സബും ഒക്കെ എടുത്ത് കളഞ്ഞു ആ റൂളെന്നൊക്കെ പറയുമ്പോഴേക്കും പിന്നെ പറയുകയും വേണ്ട. ഇതൊരു ഫേക്ക് മെയിലാണെന്നുള്ളത് പോലും ചിന്തിക്കാതെ എല്ലാവരും ചാടിക്കയറിയിട്ട് പോയി അബദ്ധത്തിൽ ചാടും. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മെയിൽ ഇവർ ഹാക്കേഴ്സ് അയക്കുന്നത്. അപ്പോൾ ഈ അടുത്തിടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ടാബിൽ വന്നിട്ട് നോട്ടിഫിക്കേഷൻ ടാബിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് വന്നിട്ട് വാച്ച് ഔട്ട് ഫോർ സസ്പിഷ്യസ് റിക്വസ്റ്റ്സ്, ഇഗ്നോർ ലിങ്ക്സ് ആൻഡ് ഫയൽസ് ഫ്രം അൺട്രസ്റ്റഡ് സോഴ്സസ്, ഓൾവേസ് വെരിഫൈ ഓഫേഴ്സ്. ഇതാണ് ആദ്യത്തെ കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ, ഈ സംശയം തോന്നുന്ന റിക്വസ്റ്റ് വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലത്തു നിന്നും വരുന്ന ലിങ്കൊക്കെ വന്നിട്ട് അത് കൂട്ടാക്കാതെ അതിൽ പോയി ക്ലിക്ക് ചെയ്യാതെ ഇരിക്കുക എന്നാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തേത് എന്താണെന്ന് പറയുന്നത്, പ്രൊട്ടക്റ്റ് യുവർ ചാനൽ ഫ്രം മാൽവെയർ എന്ന് പറയുന്നു. ടേൺ ഓൺ എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് ബിഫോർ ഡൗൺലോഡിംഗ് ഫയൽസ് ഇൻ ക്രോം. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ മുമ്പും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ചാനലിനെ ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് ഒരു എൻഹാൻസ്ഡ് സേഫ് ബ്രൗസിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. അത് എനേബിൾ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതെങ്ങനെയാണ് എനേബിൾ
ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മുമ്പ് ഞാൻ വീഡിയോ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാതെ മറക്കാതെ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണുക. ഇതുപോലെ ഇങ്ങനെ ആകാംക്ഷയോടെ ഈ മോണിറ്റൈസേഷനൊക്കെ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളെ പറ്റിക്കാനായിട്ട് ഇതുപോലെയുള്ള ധാരാളം പരിപാടികളുമൊക്കെ ആയിട്ട് ഓരോരോ ഇമെയിലൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ വളരെയധികം അതിലൊക്കെ ചെന്ന് കുരുങ്ങാതെ ശ്രദ്ധിക്കുക. ഇതൊരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് ഫാമിലി മെമ്പേഴ്സിൽ നിന്നും വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല ടോപ്പിക്സുമായിട്ടും നിങ്ങളെ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.